ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിഗ്നൂസ് കിച്ചൺ. ഇന്നത്തെ വീഡിയോ കണവ അല്ലെങ്കിൽ കൂന്തൽ എങ്ങനെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ റോസ്റ്റ് ചെയ്തെടുക്കാമെന്നുള്ളതാണ്. ഇതിൽ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു കണവ റോസ്റ്റ് ചെയ്തിരിക്കുന്നത് സാധാ രീതിയിൽ നിന്നും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓളും കൂടി കൊടുത്തിരിക്കുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കണവ റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ 2 മീഡിയം സൈസ് സവാള ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിനാണ് അരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞായിട്ട് വേണമെങ്കിലും ചെറുതായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്ത് എടുക്കാം ഇതിനെ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് നീളത്തിന് 2ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 5 കണവ കട്ട് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞൂടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത കണവയാണ് എനിക്ക് ഷോപ്പിൽ നിന്ന് കിട്ടിയത്. സോ അതിൻ്റെ ക്ലീനിങ് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇനി എപ്പോഴെങ്കിലും എനിക്ക് ഫുള്ളായിട്ടുള്ള കണവ കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ ക്ലീനിങ് ചെയ്യാം. ഈ കണവ ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു സൈസിന് മാത്രമേ നിങ്ങൾ കണവ അരിഞ്ഞെടുക്കാവുള്ളൂ. ഞാൻ വേറൊരു പാൻ എടുത്തു. ഇതിലേക്ക് കണവ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതായിരുന്നു കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. കണ്ടോ, ഇതിൽ നിന്ന് ഇപ്പോൾ നന്നായിട്ട് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒട്ടുമേ ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂണിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് വേണം വേവിക്കാനായിട്ടത്. ഇത് നിങ്ങൾ എപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണവയിലെ കംപ്ലീറ്റ് വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തേക്കാം. കണവയിൽ മോസ്റ്റ്ലി വെള്ളം കാണും എപ്പോഴും. കാര്യം അതിനകത്തു നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒട്ടുമേ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ. വേറൊരു പാനിലേക്ക് ഞാൻ മസാല എല്ലാം ഒന്ന് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് ഞാൻ ആഡ് ചെയ്യാം. സാധാ മുളക് വറുത്ത് എടുക്കത്തില്ലേ, വറുത്ത് പൊടിക്കുന്ന ആ മുളക് എടുത്തേക്കുന്നത്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കണവ റോസ്റ്റിന് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വറുത്തെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ഞാൻ വേറെ ബൗളിലോട്ട് മാറ്റുവാണ്. നമ്മൾ വറുത്തെടുത്ത മസാല എല്ലാം കൂടി. കണവയിലെ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കണവയുടെ എല്ലാ ഭാഗത്തും ചില്ലി പൗഡർ എത്തത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറൊരു പാൻ എടുത്തു. ഞാൻ അതിലേക്ക് കണവ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ആഡ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഡയറക്റ്റ് വേണമെങ്കിൽ വേവിച്ചതിന് ശേഷം നമ്മൾ ഉള്ളി വഴറ്റിയതിലേക്ക് കണവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കുന്നതേ ഉള്ളൂ ഓയിലിലിട്ട്. അടച്ച് വെച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട് ഈ ഒരു പ്രോസസ്സ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എണ്ണ നമ്മുടെ ദേഹത്ത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ. കണവ നമ്മൾ വേവിച്ചെടുത്ത പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിരുന്നതും പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം എല്ലാം. കണവപ്പം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. ഉള്ളിവേപ്പില നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ആഡ് ചെയ്യാം. തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക.
സവാളയും തക്കാളിയെല്ലാം ഒന്ന് വഴണ്ട് വന്ന് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന മസാലയില്ലേ അതും കൂടെ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒന്ന് നന്നായിട്ട് മസാല എല്ലാ ഉള്ളിയിലൊക്കെ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ കണവ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള കണവ ആയതുകൊണ്ട് നമുക്കിത് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ലേശം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയെല്ലാം കണവയിലും ഉള്ളിയിലൊക്കെ പിടിക്കത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം. കണവ റോസ്റ്റ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. കണവ ഞാൻ ഇവിടെ വേവിച്ചെന്ന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് സവാളയിലോട്ട് നമ്മൾ കണവ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം വെന്ത് കിട്ടത്തില്ല കണവ. മാത്രവുമല്ല അതൊരുമാതിരി റബ്ബർ മാതിരി ഇരിക്കുകയും ചെയ്യും. നമ്മളതിന് പകരം വേവിച്ചിട്ട് ഇതേപോലെ വേവിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും. ആ കണവ അങ്ങനെ ഒരു റബ്ബർ പരുവത്തിന് ഇരിക്കത്തുമില്ല. കുറച്ച് ടൈം എടുക്കും നമുക്ക് ഇങ്ങനെയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മൾ അടിച്ചെടുക്കണം. പിന്നെ ഫ്രൈ ചെയ്യണത് നമുക്ക് ആ ഒരു ടൈം നമുക്ക് ലാഭിക്കാം. കാര്യം നമ്മൾ സവാളയിലോട്ട് കണവ ആഡ് ചെയ്താലും നമുക്ക് അതിനൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാൻ നമുക്ക് ടൈം എടുക്കും. അതുകൊണ്ട് ആ ഫ്രൈ ചെയ്യണ ടൈം നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വേവിച്ചെടുക്കുന്ന ടൈം നമുക്ക് അധികമായിട്ടാണ് ആവുന്നത്. പക്ഷേ എന്നാലും സാരമില്ല, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണവ റോസ്റ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഇനി കണവ വീട്ടിൽ വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.